അല്ല, ഞാൻ അവളെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ നാടൻ ഡ്രസ്സിലായിരുന്നു, നാടൻ ഭാഷയെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കി, അതെല്ലാം തന്നെ മാറി ഫുൾ മോഡേൺ ആയല്ലോ ആള്. എന്താ ഇത്? ഇനി ഇതെന്റെ തോന്നലാണോ അതോ സത്യമാണോ? ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ ഇത് സ്വപ്നമൊന്നല്ല, സത്യം തന്നെയാ. ഇത് അവള് തന്നെയാണോ അതോ അവളെ പോലെ തോന്നുന്നതാണോ? ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ. ഇല്ല, കൺഫേം ആണ്. ഇവൾ അവള് തന്നെയാ, അവള് തന്നെയാ ഇവള്. നാഗമാണിക്യം പൂർണ്ണമായും ശക്തി പ്രാപിക്കാൻ ഇനി 1 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. ആ ശക്തി നമ്മുടെ കയ്യിലെത്തുന്നതുവരെ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ആ നാഗമാണിക്യം അതെവിടുന്നോ വന്ന ഒരു നാഗം കൊണ്ടുപോകരുത്. നമ്മൾ അതിന്റെ ഇരകളാവരുത്. എന്നുവെച്ചാ ആ പെൺകുട്ടി നാഗകന്യാണെന്നാണോ പറയുന്നത്? സംശയിക്കണം, പക്ഷെ നമുക്ക് ഭയം വേണ്ട. നിന്റെ മോൻ പോയിട്ടുണ്ടല്ലോ, അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൻ കൊണ്ടുവന്ന് തരും. അതുവരെ യാതൊരു ടെൻഷനും വേണ്ട. Just tell him to leave right now. ഹലോ മിസ്റ്റർ, മാഡം റെസ്റ്റ് ചെയ്യുകയായിരുന്നു. അവർ ഈ സമയത്ത് ആരെയും കാണാറില്ല. ദയവേത് നിങ്ങൾ പോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് എത്ര എല്ലുകൾ ഉണ്ടെന്ന് ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് നോക്കേണ്ടി വരും. എന്റെ എല്ലിന്റെ എണ്ണം എടുക്കാൻ വന്നു കഴിഞ്ഞാലേ അവരുടെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. നിങ്ങള് പോകുന്നോ ഇല്ലയോ? ആയിക്കോട്ടെ, വീട് വേണം, പൊക്കോളാം. പക്ഷെ ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. ഞാൻ ഇനിയും വരും. ശിവാനി, ഒന്ന് നിന്നെ ഒരിക്കലും മറക്കരുതെന്നാണുള്ളത്. നീ അവനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തത് തെറ്റ്. ഇൻസൾട്ട് ചെയ്യാനുള്ള ഉദ്ദേശം എനിക്കില്ലായിരുന്നു നീലി. പക്ഷേ അവന്റെ ആ നോട്ടം എന്തോ അത്ര ശരിയല്ല. എങ്ങനെ? അവന്റെ ഉദ്ദേശം ശരിയല്ല, പക്ഷേ ദുരുദ്ദേശമല്ല. അവൻ എന്റെ മേലെ ഒരു ക്രഷ്, ഇൻഫാക്ച്വേഷൻ ആയിരിക്കാം. അതാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. എന്റെ ലക്ഷ്യം എന്റെ ആദിശേഷനാണ്. വേറെ ആരും അതിനിടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഭാഗ്യം, എന്റെ കെട്ടിയോളുടെ താലിക്ക് എന്തായാലും ബലമുണ്ട്. അവരുടെ സ്ഥലത്ത് കലമുണ്ടാക്കിയ അവര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട്. എന്താ അവരുടെ സ്ഥലോ? അതെ ചേച്ചി, മുതലാളി ആ സ്ഥലം അവർക്ക് വിറ്റതാണ്. അയ്യോ അയ്യോ അയ്യോ, ഈ വീട്ടില് വെറും ഒരു പണിക്കാരൻ പോലും ഈ കാര്യം അറിഞ്ഞു. എന്നിട്ടും വീട്ടുകാരി ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ല ചേച്ചി, ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി അളിയൻ വിറ്റ കാര്യം ചേച്ചി തന്നെ അറിഞ്ഞില്ലെങ്കിൽ അതിനെന്താ ചേച്ചി അർത്ഥം? അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ക്ലയന്റിനെ കിട്ടി, വിറ്റു. അതിന് നല്ല വില കൊടുക്കേണ്ടി വരും. ശരി അളിയ. നിൽക്ക്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നന്ദീശനും കുടുംബവും ഈ വീട്ടിലെ ജോലിക്കാരല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന്. ഇനി മേലാൽ അവരെ അപമാനിക്കുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്താൽ എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. ശരി അളിയ. പോട്ടെ, ഈ മാഡത്തിനല്ല ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? അല്ല ചേട്ടാ, ഞാൻ മാഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുമ്പോ നിങ്ങൾ ഇതിന്റെ ബാക്ക് എറിഞ്ഞേക്കുന്നേ.
ശരി, അതൊക്കെ വിട്ടേക്ക്. അവരുടെ മെയിൽ ഐഡിയോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തമാഷെ. ലവ് യുന്നോ മിസ് യുന്നോ ഒക്കെ അയച്ച് ഞാനൊന്ന് സ്വയം സമാധാനിച്ചോട്ടെ. ഗാർഡ്സ്, ബൗൺസേഴ്സ്. അല്ല, എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നേ? വേണ്ട, എന്റെ ദേഹത്തോട്ട് അത് പ്രശ്നമാവണ്ട. പറഞ്ഞേക്കാം. വിടും, ഞാൻ മേടത്ത് കാണാൻ വന്നാന്ന്. എന്നെ വിടും. ഇതെവിടേക്ക് കൊണ്ടുപോകുന്നത്? എടോ, ഒന്ന് താഴെ ഇറക്കാൻ. അയ്യോ, എന്റെ ഇവന്മാരൊക്കെ. അയ്യോ, എന്റെ ബാക്കും. പൊട്ടന്മാരാണ് അവര്. ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ നിന്റെ അളിയനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. സത്യ? പിന്നെന്താ, ഞാൻ തമാശ പറയാണെന്നാണോ നീ വിചാരിച്ചത്? അങ്ങനെയല്ല, അതെപ്പ ചോദിക്കുമെന്ന് മാത്രം പറഞ്ഞാ മതി. എനിക്കാണെങ്കിലേ ചേച്ചി അളിയനെ ചോദ്യം ചെയ്യുന്നത് കാണാൻ ഒരു കൊതി. ചേച്ചി, എന്റെ ഒരു ചെറിയ ആഗ്രഹമല്ലേ, ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച ഈ വീട്ടിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. വന്ന് എന്റെ സങ്കടം മുഴുവൻ ഞാനിപ്പൊ നിന്നോടാ പറയുന്നത്. ഒന്ന് മനസ്സ് തുറക്കാൻ പോലും ആരുമില്ല. നീ ഇപ്പൊ പോ. അതല്ല ചേച്ചി, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? പറഞ്ഞോ. എല്ലാവർക്കും മെക്കിട്ട് ഈ ഗോവിന്ദ ഒരുത്തനുണ്ടല്ലോ, എനിക്കാരാ ഉള്ളത്? ഓ, എന്റെ ഗതികേട്. വന്നു. ഓർമ്മയില്ലേ നീലി, ഈ താളിയോല ഗ്രന്ഥം നാഗമാത എനിക്ക് തന്നതാണ്. അതെ ശിവാനി, ഓർമ്മയുണ്ട്. പക്ഷേ ഇതിലെന്താണ്? ഇതിൽ നാഗലോകത്തിന്റെ നീതി വ്യവസ്ഥയും ആപത്ത് കാലത്ത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതെ, കിട്ടി. അല്ല ബോസ്, ബോസ്, എന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമോ? ദയവ് ചെയ്ത്. Trishul, can't help it, bro. അല്ല ബോസ്, ഒന്ന് നിക്ക് ബോസ്. ഒരുപോലെ 7 പേരുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവളാണോ ഇവള് അതോ ഇവളാണോ അവള്, അതെനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. പരമേശ്വര, എന്റെ ആദിശേഷനെ ഒന്ന് കാണുന്നതിനായി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ. തൃശൂലിന്റെ അമ്മ ഇവിടെയുള്ള കാര്യം എനിക്കറിയാം. ഇന്ന് എന്തെങ്കിലും ചെയ്ത് അവരുമായി അടുപ്പത്തിലായാൽ ആ വീട്ടിൽ എനിക്ക് എളുപ്പത്തിൽ കയറാനാകും. ഇന്ന് എന്തായാലും അവരുമായി പരിചയത്തിലാകണം. നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. എവിടെയാണുള്ളത്? കർച്ചീഫ് താഴെ പോയി. താങ്ക്സ്. അമ്മ, തൃശൂൽ, ആ നന്ദിശ വാതിലടച്ചേക്ക്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മുതലാളി അന്ന് പറഞ്ഞ പോലെ അവരുടെ വീട്ടിലേക്ക് പോയായിരുന്നു. നീ പോയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട. ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എനിക്ക് വേണം. ഇൻഫർമേഷൻ എന്തെന്നാ? ഏത് കൊച്ചിനെയാണോ അങ്ങേക്ക് കാണാൻ കഴിയാതിരുന്നത് ആ കൊച്ചിനെ എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ അവിടെ കണ്ടുവന്നേ. വാവ്, നൈസ്. എങ്ങനെയുണ്ട് അവള്? മുതലാളി, ആ പൂവുണ്ടോ? അതിനേക്കാൾ ഭംഗിയുണ്ട് അവൾക്ക്. അവളുടെ കണ്ണ് കാണണം. കണ്ടാലും കണ്ടാലും മതിയാവില്ല. ഇല്ലെങ്കിൽ ഇത് സെപ്റ്റിക് ആവും. അമ്മേ, അമ്മയ്ക്ക് വെറുതെ ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. നീ എന്റെ വീട്ടിൽ വന്ന് മരുന്ന് വെച്ചിട്ട്
എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ എനിക്ക് സമാധാനമാകൂ. വരൂ. അഭിമന്യാകുമോ എന്നറിയില്ല. എന്തായാലും ഈ വീട്ടിൽ ഞാൻ കേറിയിരിക്കും. ഇതെന്ത് കുന്തമാണ് എന്തോ, വീട്ടിലൊരു ഫോട്ടോ പോലും ഇല്ലല്ലോ. ഏയ് പിടികിട്ടാ പുള്ളി, യു ആർ അണ്ടർ അറസ്റ്റ്. ഫോട്ടോ കയ്യിൽ കിട്ടി, ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമല്ലോ. അയ്യോ, എന്താ മോളെ ഇവിടെ നിന്ന് കളഞ്ഞത്? അതമ്മേ, എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം ഇപ്പോഴും ഓർമ്മ വന്നത്. എനിക്ക് ഉടനെ പോണം. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വരാം അമ്മേ. സോറി, ഒന്നും വിചാരിക്കല്ലേ. ഇതുവരെ വന്നിട്ട് വീട്ടിലേക്ക് കേറാതെ പോകുന്നത് കഷ്ടമാ. അതല്ലമ്മേ, നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വന്നിരിക്കും. വരട്ടെ അമ്മേ. നീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ എന്താകുമായിരുന്നു നീലി? ഞാൻ ആകെ അങ്ങ് വല്ലാതായിപ്പോയി. അവരോടൊന്നും പറയാനും പറ്റുന്നില്ല. എന്നെ എങ്ങനെ രക്ഷിക്കണമെന്നും അറിയുന്നില്ല. ആകെ ഒരു ധർമ്മസങ്കടം എന്നൊക്കെ പറയില്ലേ, എന്റെ ഉള്ളിൽ ആകെ ഒരു അങ്കലാപ്പായിരുന്നു. ഞാൻ മുഴുവനായും ഇല്ലാതായി പോയ പോലെ. സത്യമായിട്ടും ശിവാനി, നിനക്ക് ഒരു തരത്തിലും ഉള്ള കഷ്ടവും വരാതെ നോക്കേണ്ടത് ഞങ്ങളാണല്ലോ. അതിനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. എന്നെ കൊണ്ടാകുന്നത് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത്ര ആളുകൾ കാവലുണ്ടായിട്ടും ഇവൻ എങ്ങനെ അകത്ത് കയറി? അവരോട് ചൂടാവേണ്ട കാര്യമില്ല. അവരുടെ പണി അവർ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അവരെ പറ്റിച്ച ഞാൻ അകത്തേക്ക് കയറിയത്. ആരടാ നീ? ഇറങ്ങണ്ട പുറത്ത്.
വിടാൻ പറയും മേഡം വേഗം. എന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാം. ഞാൻ ചെയ്തതിന് നിങ്ങളിപ്പോ എന്നെ ശിക്ഷിച്ചല്ലോ. അപ്പോ എല്ലാം ഓക്കെ ആയില്ലേ? ഇപ്പൊ ഇവരോടൊന്ന് വിടാൻ പറയാ എന്നെ. പ്ലീസ് എന്നെ ഒന്ന് വിടാൻ പറയാം മേഡം. ജസ്റ്റ് ടേക്ക് ഹിം അവേ. മേഡം എന്നൊന്ന് വിടാൻ പറ. ഞാൻ മേഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നത്. സത്യമാണ് മേഡം, എന്നൊന്ന് വിശ്വസിക്ക് പ്ലീസ്. ഇവരോടൊന്ന് വിടാൻ പറയാ എന്റെ മേഡം. പ്ലീസ് ഒന്ന് വിടറോ. ആരോട് ചോദിച്ചിട്ടാ ഈ പെണ്ണ് കാണലൊക്കെ? അവന് പെണ്ണന്വേഷിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇനിയും 1 വർഷം, അതായത് എന്റെ മകന് 24 വയസ്സ് കഴിയുന്നത് വരേക്കും ഇവിടെ ആർക്കും പെണ്ണന്വേഷിക്കാൻ വേണ്ട, ആരുടെയും കല്യാണവും ഇല്ല. മനസ്സിലായല്ലോ? ജോത്സൻ അവന്റെ ജാതകം നോക്കി 1 വർഷത്തിനുള്ളിൽ അവന്റെ കല്യാണം നടത്തണമെന്നും അതാണ് അവന്റെ ഭാവിക്ക് നല്ലതെന്നും പറഞ്ഞത് ഓർമ്മയില്ലേ മോനെ? ഇല്ലെങ്കിൽ അവൻ എന്തോ വലിയ ദോഷമുണ്ടെന്നൊക്കെ സ്വാമിജി എന്ന് പറഞ്ഞു. ഇതുപോലത്തെ പരിപാടികൾ ഒപ്പിക്കാതിരുന്നാ മതി. എന്റെ മകനെ എപ്പ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഈ വീട്ടിലാരും അവന് വേണ്ടി പെണ്ണന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ്. മുതലാളി, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അയ്യോ, ഈ അച്ഛനും മകനും എന്ത് കൂടോത്രം ചെയ്തിട്ടാണോ എന്തോ. അവന്മാരെന്തെങ്കിലും വന്ന് അളിയനോട് പറഞ്ഞ അളിയൻ അത് പഞ്ചാമൃതം പോലെയാണ്. നമ്മളെങ്ങാനും ആണെങ്കിലോ അങ്ങേർക്ക് ചതുർത്ഥി കാണുന്ന പോലെയാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ വീട്ടുകാരോടൊപ്പം സൗഹൃദം കൂടി നടന്നാൽ സംഭവിക്കും. അങ്ങനെയാണ് നാഗമാത തന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നീയല്ലേ വായിച്ചു പറഞ്ഞത്? അതെ, പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അകത്ത് കിടക്കാനാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, വിടു ശിവാനി. ശിവാനി, നാഗമാത, ശവം പോലെ ആയിരിക്കുന്നു. നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരിക്കും. സത്യമാണോ? ഇതിന് പരിഹാരമുണ്ടോ? തീർച്ചയായും. ആ മാന്ത്രികന്റെ ദിഗ്ബന്ധനം നിനക്ക് ഭേദിക്കുവാൻ ഒരു ഉപായവുമായിട്ടാണ് ഞാൻ വന്നത്. പ്രതീക്ഷിച്ചിരുന്ന ഭാഗ്യം മുൻപിൽ വന്നതുപോലെയുണ്ട്. പറയൂ നാഗമാത, എന്താണ് ആ ഉപായം? എത്ര കഠിനമാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. കഠിനമാണോ സങ്കീർണമാണോ അത് നിനക്ക് തീരുമാനിക്കാം. അതുപയോഗിച്ച് മഹാദേവന് നീ പുഷ്പാർച്ചന നടത്തണം. പരമേശ്വരനെ ആരാധിക്കുകയും വേണം. അത് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാൻ നാഗമാത. ഈ കാര്യത്തിൽ നീ വിജയം കണ്ടെത്തിയാൽ ആ മാന്ത്രികന്റെ ദിഗ്ബന്ധനം അനായാസമായി ഭേദിക്കാൻ കഴിയും. പക്ഷേ 12 വർഷത്തിലൊരിക്കൽ പുഷ്പിക്കുന്ന ആ നാഗപുഷ്പം ഇപ്പോൾ നമ്മൾ ആ കാട്ടിലേക്ക് പോയാൽ കിട്ടുമോ നാഗമാത? പുഷ്പഗന്ധി കാടിനുള്ളിൽ നാഗപുഷ്പം യഥേഷ്ടം പൂക്കുന്നുണ്ടെന്നറിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ വിവരങ്ങളെല്ലാം എന്നെ അറിയിച്ചത് ത്രികാല ഗുരുദേവനാണ്. ശിവ, എന്നെ മരുമകളെന്നാണോ? നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. എനിക്കതാണ് വേണ്ടത്. അവൾ എത്ര സുന്ദരിയാണെന്ന് നിനക്കറിയോ? ഞാൻ കണ്ടെത്തിയതിനേക്കാളും വലിയ സുന്ദരിയാവാൻ വഴിയില്ല. വെറും സൗന്ദര്യം മാത്രമല്ല മോനെ, നല്ല ഗുണം, നല്ല പെരുമാറ്റം, അവള് കാണിക്കുന്ന മര്യാദ, എല്ലാം എല്ലാം നല്ലതാ മോനെ. അത്ര വലിയ സഹായം ചെയ്തിട്ടും എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വേഗം പോയില്ലേ? ആ ജോത്സ്യം പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവളിലുണ്ട് മോനെ. അല്ല, ഈ കാലത്ത് അങ്ങനെ ഒരു കുട്ടി എവിടെ കിട്ടും? അവരുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആ സമയത്ത് പോയി ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാ. ഫസ്റ്റ് പോയി സോറി പറയണം. അല്ല, അപ്പൊ പിന്നെ അവര് പിന്നെയും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അങ്ങനെയുണ്ടായ ഞാൻ എന്റെ പ്രണയം എങ്ങനെ തുറന്നു പറയാനാ?
തൃശൂൽ, നീ വീട്ടിലേക്ക് പോയതൊക്കെ ഓക്കെ, പക്ഷെ അവളുടെ ബെഡ്റൂമിൽ പോയത് നോട്ട് ഓക്കെ. ഫസ്റ്റ് പോയി സോറി പറ. അല്ല, അവളെ താഴത്തേക്ക് വരുന്നുണ്ടല്ലോ. എന്തോ സീക്രട്ട് ആണെന്നാ തോന്നുന്നത്. മുതലാളിയാണെങ്കിൽ അവൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിന് പിന്നിലെ നിഗൂഢ രഹസ്യം. നീയാ നാഗകന്യകയല്ലേ? അതേടാ, നാഗകന്യക തന്നെയാണ്. പാവം ഒരു സർപ്പത്തിനെ നാഗമാണിക്യത്തിന് വേണ്ടി നീ നിഷ്കരണം കൊന്നില്ലേ? ആ സർപ്പത്തിന്റെ പ്രിയപ്പെട്ടവളാണ് ഞാൻ. ഇന്ന് ഞാൻ ഇവിടെ വന്നത് ആ മരണത്തിനുള്ള ഉത്തരം തേടിയാണ്. നിന്റെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നോ അവരെല്ലാം നിന്റെ കൺമുമ്പിലിട്ട് തന്നെ തീർക്കും. എന്നെ വിട്ടേക്ക്, വേണ്ട പ്ലീസ്. നീ ചെയ്ത ദ്രോഹത്തിന് ജീവിതം മുഴുവൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മിണ്ടാനാവാതെ അനങ്ങാനാവാതെ അനുഭവിച്ച് മരിക്കണം നീ. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ മാത്രമല്ല, നിന്റെ കുടുംബത്തിലും ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെയും ഞാൻ തീർക്കും, എല്ലാത്തിന്റെയും കഥ കഴിക്കും ഞാൻ. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്റെ പേര് ശിവാനി എന്നല്ല. അളി ഒറ്റയ്ക്കാ പോയെ? അദ്ദേഹം എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് പോകാറുണ്ട്. ആ നന്ദീശനും ഉണ്ട്. എനിക്ക് തോന്നി. എന്ത്? ആ നന്ദീശന്റെ കൂടെ അളിയൻ ഇങ്ങനെ വിടല്ലേ ചേച്ചി? അവൻ ആള് ശരിയല്ല. അവൻ നശിക്കുന്നതിനോടൊപ്പം എന്റെ അളിയനെ കൂടി അവൻ അങ്ങ് നശിപ്പിക്കും. എന്റെ ചേച്ചി ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഈ നേരത്ത്, അതും ഈ രാത്രിയില്, അവൻ അളിയനെയും കൊണ്ട് ആരുടെ വീട്ടിലാണോ, അല്ല ചേച്ചി എങ്ങോട്ടാണോ പോയെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്നേ. വിളിച്ചോണ്ട് പോയത് നന്ദീശനൊന്നും അല്ലേ, നിന്റെ അളിയൻ തന്നെയാ. അളിയനോ? എനിക്ക് വ്യക്തമായ കാര്യമില്ലേ നീലി? നിനക്ക് വ്യക്തമായ കാര്യമുണ്ടെന്ന് എനിക്കും ആദ്യമേ അറിയാവുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ, ഞാൻ ഒരു ശ്രദ്ധയുമില്ലാതെയാണ് പോകുന്നതെന്നാണോ? നിനക്ക് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ നിന്നെ പിന്തുടരുന്നവനെ പറ്റി നിനക്കറിയുമായിരുന്നു. എന്താ നീ പറയുന്നത്? എന്നെ ആരോ പിന്തുടരുന്നു എന്നാണോ പറഞ്ഞത്? അതെ ശിവാനി. ആണോ? എവിടെ? ആരാണത്? എവിടെയാ കണ്ടത്? ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷെ അവസാനമായി ഒരു അവസരം കൂടി കൊടുക്കാമെന്ന് കരുതിയാ ഞാൻ. ശരി, വീരനെയും ശൂരനെയും വിളിക്കാം. അവർ അവനെ തടഞ്ഞോളും. നടക്ക്, ഞാനും നിന്നോടൊപ്പം വരാം. ഞാൻ ശിവപൂജ സങ്കല്പിച്ച് തയ്യാറാവുകയാണ്. മുഹൂർത്തം മാറിപ്പോയാൽ ആ പൂജയ്ക്ക് ഫലം ലഭിക്കില്ല. അതുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും ചെയ്ത് അവനെ ഒഴിവാക്ക്. അവൻ എന്നെ കുറിച്ചൊന്നും തന്നെ അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ?
എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അല്ല മാഡം, ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞത് ഒന്നും മാഡം കേട്ടില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കലാണോ എന്റെ പണി? ഞാൻ വേറെ ഏതോ ചിന്തയിലായിപ്പോയി. താൻ ഇവിടെ നിന്ന് പോയി തരാവോ? മാഡം 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 ഒന്ന് നിക്ക് മാഡം. ഇത്ര നേരം ഒരുമിച്ച് നടന്നിട്ട് ഇപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണോ? നിക്ക്, ഞാനും വരാൻ കൂടെ. മാഡത്തിനൊരു ധൈര്യവും എനിക്കൊരു ടൈം പാസും ആവുമല്ലോ. അയ്യോ, അയ്യോ, പിന്നെ എസ്കേപ്പ് ആയോ? പക്ഷെ ഇന്ന് ആ ശിവാനി നാഗകന്യകയുടെ രൂപത്തിൽ എന്റെ സ്വപ്നത്തിൽ വന്നു. ശിവാനി എന്ന് പറഞ്ഞ ആ ചെറിയ കുട്ടിയോ? അല്ല നന്ദീശ, നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങിയില്ലേ, അവളാ. എന്ന് വെച്ചാ മുതലാളി പറഞ്ഞു വരുന്നത് ആ കുട്ടിയാണ് നാഗകന്യാന്നാണോ? കൺഫേം ആയിട്ട് എനിക്കറിയില്ല. എന്നാലും എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു വിശ്വാസമുണ്ട് അത് അവള് തന്നെയാണെന്ന്. അവളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇന്റർനെറ്റിൽ ഇല്ലാതിരുന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇന്ന് എന്റെ സ്വപ്നത്തിൽ വന്നെന്നെ ഭയപ്പെടുത്തിയപ്പോ ആ സംശയം കൂടി നന്ദീശ. മുതലാളി, ഇനി നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ത്രയംബക ഗുരുവിന്റെ അടുത്ത് പോയി നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. പണ്ട ചെറിയ കുട്ടിയെ കണ്ടുപിടിച്ച പോലെ ഇവള് നാഗമാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരായിരിക്കില്ല. ഇനി അത് സാധ്യമല്ല നന്ദീശ. അതെന്താ മുതലാളി, അദ്ദേഹം നമ്മളെ സഹായിക്കില്ലേ? അദ്ദേഹം ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഹിമാലയത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ പോയി അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ മുതലാളി നമ്മുടെ മുന്നിൽ മറ്റെന്ത് വഴിയാ ഉള്ളത്? നമ്മൾ തന്നെ അവളെ പിന്തുടരും. ഈ രാത്രി സമയത്ത് അതും ഈ കാട്ടിൽ എന്താണ് പരിപാടി? മാഡം, ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. ഉപകാരം ചെയ്തവനല്ലേ എന്ന് കരുതി വെറുതെ വിട്ടപ്പോ ഇവന്റെ ശല്യം കൂടി വരിക. കാര്യം പറഞ്ഞ മനസ്സിലാവാത്ത ഇവന് ഇന്ന് ചിലത് അറിയിച്ചു കൊടുക്കണം. ഇന്നിവൻ അവസാനിപ്പിച്ചേ തീരൂ. അവളെ നമുക്ക് രക്ഷിക്കണ്ടേ? അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ നമ്മളെ ഉള്ളൂ രക്ഷിക്കാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നാഗമാത പറഞ്ഞ പ്രകാരം ശിവാനി നാഗപുഷ്പം തേടിയാണ് കാട്ടിലേക്ക് പോയിരിക്കുന്നത്.
അത് ശിവൻ അർപ്പിച്ച് പൂജ ചെയ്ത് തിരിച്ചു വരും. അവൾക്കൊന്നും വരില്ല. നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കൂ. അല്ല നീലി, അവൾക്കെന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നല. ഞങ്ങൾ ആരെങ്കിലും അവിടെ ചെന്ന് ശിവാനിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന്റെ ഒരു ആവശ്യമില്ലെന്നേ. അതെന്താ? അവൾക്കൊന്നും സംഭവിക്കാതെ തന്നെ അവൾ ഇങ്ങെത്തിക്കൊള്ളും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ പോയി ചെയ്തോളൂ. അതല്ല നീലി, പറഞ്ഞില്ലേ പൊയ്ക്കോളാൻ. മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള മൂഡിലല്ല ഞാൻ. ഇങ്ങനെ ചൂടാവല്ല, ഞാൻ എന്താ പറയാൻ പോകുന്നെന്ന് കേൾക്ക്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യവും നിങ്ങൾ ഇങ്ങനെ പെർമിഷൻ കിട്ടിയാലേ ചോദിക്കാറുള്ളൂ? ഏറെക്കുറെ. ഇപ്പൊ പറ മാഡം, നിങ്ങളുടെ അഭിപ്രായത്തില് ഈ ലവ്, കാതൽ, പ്രണയം എന്ന് വെച്ചാൽ എന്താ? ആഹാ, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവര്. പ്രണയം തുറന്നു പറയേണ്ട ആവശ്യമില്ല, പ്രൊപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാലോ. നടക്ക് നടക്ക്. ഞാനൊന്ന് കിടന്നാല. നമ്മുടെ ആൾ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയതാ? റിസർവ് ചെയ്ത സീറ്റ് കാലിയാണല്ലോ. വളരെ മോശമായി പോയി. ഇവളെ എങ്ങാൻ കിട്ടിയാ പിന്നെ ജീവിതം മുഴുവൻ അന്വേഷിച്ചിടന്ന് തീരുമല്ലോ. ഇവൾക്ക് ശിവാനി എന്നുള്ള പേരല്ല, മായ എന്നുള്ള പേരിടണ്ടേ. നോക്കി നിൽക്കുമ്പോ കാണാതാവാണെന്നേ. കരടി. ഈ കരടി മായായ. ഹലോ മാഡം, ഹലോ, എവിടെയാ? വേറെവിടെങ്കിലും പോയി പെട്ട് കിടക്കാണോ മാഡം? എന്താണെന്ന് വെച്ചാ അയാൾക്ക് എന്നോടുള്ള മനോഭാവം ശരിയല്ല. ഇനിയൊരു 100 ജന്മങ്ങൾ കഴിഞ്ഞാലും ഞാൻ ധ്യാനിച്ച് കാത്തിരിക്കുന്നത് എന്റെ ആദിശേഷന് വേണ്ടി മാത്രമാണ്. മാഡം, കേൾക്കുന്നുണ്ടോ മാഡം? പക്ഷേ വ്യക്തി എന്ന രീതിയിൽ അവൻ നല്ലവനാണ്. മാഡം, കേൾക്കുന്നുണ്ടോ മാഡം? മുതലാളി എന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ജോലി ഏൽപ്പിച്ചത് അറിയോ? ഇനി രാത്രി നല്ല. തൃശൂർ, എന്തു പറ്റിയതാടാ ഇതൊക്കെ? എങ്ങനെ പറ്റിയത് ഇതൊക്കെ? നോക്ക്, ഒരു രാത്രി പുറത്തുപോയി വന്നപ്പോ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? അമ്മേ, അതിന് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇത് എന്ത് ഉറുമ്പ് കടിച്ചതാ? അതൊന്നും എനിക്ക് അറിയണ്ട. ഇനി ഒരു കാരണവശാലും രാത്രി ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ പറയല്ല അമ്മേ. പാവം മുതലാളി. പാവവും കീവോ ഒന്നുമില്ല. നടക്കട അങ്ങോട്ട്. എന്തിന്? നിന്നോട് നടക്കാനല്ലേ പറഞ്ഞത്? അമ്മ മിണ്ടരുത്. വിട്. ഇല്ല, എന്തായാലും ഒരു പ്രാവശ്യം പരിശോധന നടത്തി ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അകത്തേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. എന്റെ കൈക്ക് ഒന്നും സംഭവിക്കുന്നില്ല. നാഗമായി മാറുന്നില്ല.